നമസ്കാരം. നമ്മൾ ഡിറ്റർമിനൻസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് അത് കണ്ടുപിടിക്കുന്ന ഒരു ഷോർട്ട് കട്ടും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കായ അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് എ എന്നൊരു മെട്രിക്സ് എഴുതുന്നു. നമ്മൾ ജനറൽ ഫോം തന്നെ എഴുതുകയാണ്. A11 A12 A13 A21 A22 A23 A31 A32 A33. ഇതെന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ്. നമ്മൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഈ മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റിനും കോഫാക്ടർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ പഠിച്ചു. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് C11 അല്ലെങ്കിൽ A11 എങ്ങനെയായിരിക്കും. ഫസ്റ്റ് എലമെൻറ്റ് ഓരോ എലമെൻറ്റ് ഇതിൻ്റെ ആണെങ്കിൽ A12 അല്ലെങ്കിൽ C12 ആയിരിക്കും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോഴിവിടെ ഞാനിതിൻ്റെ കോഫാക്ടർ ഉപയോഗിച്ചുള്ള മെട്രിക്സ് എഴുതുന്നു. അതിൻ്റെ കോഫാക്ടർ ഉപയോഗിച്ചുള്ള മെട്രിക്സ് ആകുമ്പോൾ A11ൻ്റെ കോഫാക്ടറാണ് ക്യാപിറ്റൽ A11, അടുത്ത A12, അടുത്ത A13, നെക്സ്റ്റ് A21, A22, A23, A31, A32, A33. ഇപ്പോൾ ഈ കോഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ കാണുക. ആ കോഫാക്ടർ ആ എലമെൻറ്റിൻ്റെ സ്പേസിൽ തന്നെ എഴുതുക. അതിനുശേഷം ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. ദ ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ മെട്രിക്സ് ഈസ് കോൾഡ് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെട്രിക്സിൻ്റെ കോഫാക്ടേഴ്സിൻ്റെ, അതായത് കോഫാക്ടർ ഉപയോഗിച്ചൊരു മെട്രിക്സ് എഴുതും. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതും. അതിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്ജോയിൻ്റ് എ എന്നുള്ള മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അഡ്ജ് എ എന്ന് എഴുതും. അഡ്ജ് ക്യാപിറ്റൽ എ. ബി ആണെങ്കിൽ അഡ്ജ് ബി. അഡ്ജ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് എന്നാണ്. അഡ്ജ് എ, അഡ്ജോയിൻ്റ് ഓഫ് എ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ അത് ഓരോ എലമെൻറ്റിൻ്റെയും പ്ലേസിൽ അതിൻ്റെ കോഫാക്ടേഴ്സ് എഴുതുക, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ കോളമായിട്ട് എഴുതിയാൽ A11 A12 A13, നെക്സ്റ്റ് A21 A22 A23 A31 A32 A33. ഇതായിരിക്കും ഈ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ദ ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സ് ഈസ് കോൾഡ് അഡ്ജോയിൻ്റ്. അപ്പോൾ അഡ്ജോയിൻ്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇതാണ്, സിമ്പൽ ഇതാണ്. അപ്പോൾ ഇതാണ് അഡ്ജോയിൻ്റ്. അപ്പോൾ നമ്മൾ മെട്രിക്സ് എന്നാൽ ഇത് എഴുതാൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു തിയറമാണ്. തിയറം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: if A be any square matrix of order n, then A into adj is equal to adjoint A into A is equal to determinant A into I. I means identity matrix എന്നാണ്. അപ്പോൾ ഏത് ഓർഡർ ഏതാണോ അതേ ഓർഡർ തന്നെ ആയിരിക്കും ഐഡന്റിറ്റി മെട്രിക്സിൻ്റെയും ഓർഡർ. അപ്പോൾ തിയറം ഇങ്ങനെയാണ്: ഏതൊരു മെട്രിക്സും അതിൻ്റെ അഡ്ജോയിൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും, അല്ലെങ്കിൽ തിരിച്ച് അഡ്ജോയിൻ്റെയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കുമെന്ന്? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മുടെ തിയറം. നമുക്ക് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏതൊരു മെട്രിക്സ് ജനറൽ ഫോം തന്നെ എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ എഴുതിയത് A11 A12 A13 A21 A22 A23 A31 A32 A33. ഇതിൻ്റെ അഡ്ജോയിൻ്റ് നമ്മൾ എഴുതുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ, ഈ റോയുടെ കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത് A11, അത് ട്രാൻസ്പോസ് ആയിട്ടൊന്ന് എഴുതുന്നു. A12 A13 A21 A22 A23 A31 A32 A33. അപ്പോൾ ഇതാണ് ഈ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. എയുടെ അഡ്ജോയിൻ്റ് എഴുതി.
നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എ ഇൻറ്റു അഡ്ജോയിൻ്റ്. നമുക്ക് എയും അഡ്ജോയിൻ്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻസിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ A11 ഇൻറ്റു A11, A12 ഇൻറ്റു A12, A13 ഇൻറ്റു A13. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറമായിട്ട് വെരിഫൈ ചെയ്തായിരുന്നു. അതായത് ഒരു മെട്രിക്സിലെ ഒരു റോയിലെ എലമെൻസിനെ അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് അല്ലേ എഴുതിയിരിക്കുന്നത്. ഒരു മെട്രിക്സിലെ ഒരു റോയിലെ എലമെൻസിനെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ തിയറം പഠിച്ചത്. എങ്ങനെയാ, ഒരു റോയിലെ ഈ റോയിലെ എലമെൻസിനെ അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എയുടെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ആയിരിക്കും എന്നാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റോ കൊണ്ട് ഈ ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെയാണ് വരുന്നത്. ഇതേ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് എക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡിറ്റർമിനൻറ്റ് എ എന്ന് എഴുതാം. അടുത്ത ഇതേ റോ കൊണ്ട് അടുത്ത സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A11 A21, A12 A22, A13 A23. അപ്പോൾ ഇതിനെ ഈ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഈ നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രണ്ടാമത്തെ റോ ഇതായിരുന്നു. ഒരു റോയൽ എലമെൻസിനെ മറ്റൊരു റോയൽ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ എലമെൻസ് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ്. അപ്പോൾ ഈ റോയൽ എലമെൻസിൻ്റെ ഇതിനെ നമ്മൾ ഇതാണ് ഈ റോയൽ എലമെൻസിന്റെ കോഫാക്ടേഴ്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് റോയൽ എലമെൻസിന്റെ കോഫാക്ടേഴ്സ് ആണ് ഈ സെക്കൻഡ് കോളത്തിൽ നിൽക്കുന്നത്. കാരണം ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഈ കോളമായിട്ട് മാറും. ഫസ്റ്റ് റോയിൽ സെക്കൻഡ് റോയൽ എലമെൻസിന്റെ കോഫാക്ടേഴ്സ് മറ്റൊരു റോയൽ എലമെൻസിന്റെ കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആഡ് ചെയ്ത വാല്യൂ 0 ആയിരിക്കും. ഇവിടെ അങ്ങനെയാണ് വരുന്നത്. ഈ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ആകുമ്പോൾ A11 ഇൻറ്റു A21 പ്ലസ് A12 ഇൻറ്റു A22 പ്ലസ് A13 ഇൻറ്റു A23 എന്ന് വരും. അത് 0 ആണ്. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് റോ കൊണ്ട് ഇവിടുത്തെ തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ തേർഡ് കോളത്തിൽ നിൽക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ തേർഡ് റോയിൽ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ എലമെന്റ്സിനെ തേർഡ് റോയിൽ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്താലും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെയും വരുന്നത് എങ്ങനെയാണ്, ഇതിനുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 0 വരും. ഇനി നമുക്ക് സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് റോ കൊണ്ട് ഓരോ കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് റോ കൊണ്ട് ഈ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഈ നിൽക്കുന്ന 21 22 23 ഇതെന്താണ്, ഈ റോയിൽ കറസ്പോണ്ട് ആയിട്ട് ഇവിടെ ഫസ്റ്റ് റോയിൽ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 0. ഇനി ഇതേ ഇൻറ്റു ഇതാകുമ്പോഴോ ഇതിന്റെ തന്നെ കോഫാക്ടേഴ്സ് ആണ് ഇനി. അപ്പൊ അത് ഡിറ്റർമിനന്റ് എക്ക് ഈക്വൽ ആണ്. അടുത്ത കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് വരും, 0. ഈ തേർഡ് റോ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് റോയിൽ ഫസ്റ്റ് റോയിൽ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് ആയി പോകും. അപ്പോൾ 0. തേർഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം ആകുമ്പോഴും 0. തേർഡ് റോ കൊണ്ട് തേർഡ് കോളം ആകുമ്പോൾ ഇതിന്റെ തന്നെ കോഫാക്ടേഴ്സ് ആണ് ഇത്. അത് ഡിറ്റർമിനന്റിലേക്ക് ഈക്വൽ ആണ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എയും അഡ്ജോയിന്റും കൂടെ മൾട്ടിപ്ലൈ ഡയറക്റ്റ് എഴുതിയിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എല്ലായിടത്തും ഡിറ്റർമിനന്റ് ഉണ്ട്. അപ്പോൾ ഡിറ്റർമിനന്റ് കോമ എടുക്കാം. എല്ലായിടത്തും ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ, ബാക്കി എലമെന്റ്സ് എല്ലാം 0 ആണ്. 0 ഇൻറ്റു ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാലും 0. ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് കോമ എടുക്കാം, ഒരു ഡിറ്റർമിനന്റ് കോമ എടുത്താൽ ബാക്കി വരുന്നത് എന്താണ്, ഇവിടെ 1 0 0 0 1 0 0 0 1 എന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഈ മെട്രിക്സിനെയാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് പറയുന്നത്. തേർഡ് ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണിത്. അപ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് എഴുതാം, I. അപ്പോൾ നോക്കൂ, എ ഇൻറ്റു അഡ്ജി എന്ത് വന്നു, ഡിറ്റർമിനന്റ് എ ഇൻറ്റു I എന്ന് കിട്ടി. അതേപോലെ സിമിലർലി നമ്മൾ അഡ്ജോയിന്റ് എ കണ്ടാലും അഡ്ജോയിന്റ് എ ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെ വരും, ഈ ഡിറ്റർമിനന്റ് എ ഇൻറ്റു I തന്നെ വരും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ തിയറം ഒന്ന് അറിഞ്ഞിരിക്കണം. എ ഇൻറ്റു അഡ്ജോയിന്റ് നമുക്ക് ഈ പ്രൂഫ് അങ്ങനെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വെരിഫൈ ചെയ്യാൻ നമുക്ക് വരും. ഇവിടെ എക്ക് ഇവിടെ ഇതുപോലൊരു ജനറലായിട്ട് ആയിരിക്കത്തില്ല, ഒരു മെട്രിക്സ് നമുക്ക് തരും, തന്നിട്ട് ഇത് വെരിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ഇതുപോലെ വെരിഫൈ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ട് മെട്രിക്സുകളെ കുറിച്ചാണ്, സിംഗുലർ മെട്രിക്സും നോൺ സിംഗുലർ മെട്രിക്സും. അതെന്താണെന്ന് നോക്കാം. അതായത് സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സസ്. അപ്പോൾ ഏതൊരു മെട്രിക്സിന് നമ്മൾ സിംഗുലർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ 0 വന്നാൽ, ഡിറ്റർമിനന്റ് വാല്യൂ കാണുമ്പോൾ 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗുലർ മെട്രിക്സ്.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് 2, 3, 4, 6. ഇതിപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ എത്രയാണ് വരിക? 2 × 6 12 മൈനസ് 3 × 4 12 = 0. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 വന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പറയും സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? സിംഗുലർ മെട്രിക്സ്. അതൊന്ന് അറിഞ്ഞിരിക്കുക, സിംഗുലർ. അതുപോലെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ 0 അല്ല എങ്കിൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് വന്നാൽ, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ, ഈക്വൽ ടു 0 വന്നാൽ സിംഗുലർ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്താ? എ ഈസ് നോൺ സിംഗുലർ എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ എ പറയുന്ന പേരാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇൻവേഴ്സ് ആകണമെങ്കിൽ ആ മെട്രിക്സ് എങ്ങനത്തെ മെട്രിക്സ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്, നമ്മൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് മെട്രിക്സ് നമ്മൾ ചാപ്റ്ററിനകത്ത് തന്നെ പഠിച്ചായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ അല്ലാതെ ഒരു ഫോമുലയുണ്ട് ഇൻവേഴ്സ് കാണാൻ. ഫോമുലയൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ശ്രദ്ധിക്കുക. അപ്പോൾ തിയറം പറഞ്ഞ എങ്ങനെയാണ്? സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവെർട്ടിബിൾ. ഒരു സ്ക്വയർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സിനെ ഇൻവേഴ്സ് കാണത്തുള്ളൂ. ഒരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ. ഇൻവെർട്ടിബിൾ മീൻസ് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നാ. എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്. അങ്ങനെ ആകണമെങ്കിൽ എ എന്ന് പറയുന്ന ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. നോൺ സിംഗുലർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ എന്നാണ്. തിരിച്ചും പറയാം, എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അതിന് എന്തുണ്ടെന്നാ? ഇൻവേഴ്സ് ഉണ്ട് എന്നുമാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പഠിച്ച തിയറം എന്താണ്? നമ്മൾ പഠിച്ചത് ഏതൊരു മെട്രിക്സും അതിൻ്റെ അഡ്ജോയിൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ അഡ്ജോയിൻ്റെയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചത്. ഇനി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡെഫിനിഷൻ. നമ്മൾ മെട്രിക്സിൻ്റെ എല്ലാ ഒരു ഫംഗ്ഷൻ്റെ ആയാലും ഏതിൻ്റെ ഇൻവേഴ്സ് വന്നാലും, ഇപ്പോൾ നമുക്കറിയാം 2 × 1/2. നമുക്കറിയാം 2 × 1/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെ വന്നാൽ നമ്മൾ പറയും 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/2. എന്ത് വന്നതുകൊണ്ടാണ്? 1 വന്നതുകൊണ്ട്. ഇനി 1 ആരാന്ന് വെച്ചാൽ നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് വന്നതുകൊണ്ടാണ് 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പം തിരിച്ച് 2 + -2 = നമ്മൾ അറിയാം അത് 0 ആണ്. തിരിച്ചും -2 + 2 ആയാലും 0 ആണ്. അപ്പോൾ നമുക്ക് പറയും 2ൻ്റെ ആരാണ് -2? 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -2. എന്തുകൊണ്ടാ? അവിടെയും ഐഡൻറ്റിറ്റി വന്നു. 0 എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ആ അഡിറ്റീവ് ഐഡൻറ്റിറ്റി വന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -2. ഇവിടെയും 2 × 1/2 നമ്മൾ ചെയ്യുമ്പോൾ 1 വന്നു. 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ടാണ് അവിടെയും നമ്മൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/2 എന്ന് പറയുന്നത്. അതുപോലെ ഫംഗ്ഷൻ്റെ കേസിലായാലും രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എടുക്കുമ്പോഴൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെയും നമുക്ക് ഏതൊരു മെട്രിക്സും ബി എന്നൊരു മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സിലുണ്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഉണ്ട്, മെട്രിക്സിലെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി വന്നാൽ നമുക്ക് പറയാം എയുടെ ഇൻവേഴ്സ് ആണ് ബി, അല്ലെങ്കിൽ പറയാം ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്ന്. ബിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ വന്നാൽ എയുടെ ഇൻവേഴ്സ് ആണ് ബി, അല്ലെങ്കിൽ ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്ന് പറയാം. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി. നമുക്ക് ഇങ്ങനെ നോട്ട് എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി. അപ്പോൾ ഇവിടെ ഏതൊരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അത് നോൺ സിംഗിൾ ആയിരിക്കണമെന്നാണ് നമുക്ക് പറയുന്നത്. നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എ ഇൻറ്റു അഡ്ജെ ഈസ് ഈക്വൽ ടു അഡ്ജെ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആ തിയറം ഇവിടെ എടുത്തു. ഞാൻ ഈ തിയറത്തിനെ ത്രൂ ഔട്ട്, ഇത് 3 ഈക്വൽ ആണല്ലോ, ഞാൻ ഒരു ഡിറ്റർമിനൻ്റ് എ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ബൈ ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എന്ന് വരുന്നു ഈസ് ഈക്വൽ ടു, ഇവിടെയും അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ബൈ ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ബൈ ഇൻറ്റു എ, ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ബൈ ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്താകരുത്? 0 ആകരുത്. കാരണം 0 കൊണ്ട് നമുക്കൊന്നിനെയും
ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് 0 അല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോൺ സിംഗുലർ. അപ്പോൾ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഇപ്പോൾ a ഇൻറ്റു ഞാൻ ഇങ്ങനെ എഴുതുന്നു HA ബൈ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു HA ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു a ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിറ്റർമിനന്റ് ക്യാൻസൽ ആയ I എന്ന് വരും. നമ്മൾ പറഞ്ഞു ഇവിടെ ഏതൊരു മെട്രിക്സും അഡ്ജോയിന്റ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിനെ അതിൻ്റെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഒരു മെട്രിക്സ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നെയാണ്. ഇവിടെ അതുപോലെ അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഈ മെട്രിക്സും അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്തെന്നായി? I വന്നു. I എന്ന് പറഞ്ഞാൽ ആരാ? ഐഡന്റിറ്റി. ഒരു മെട്രിക്സും അതിൻ്റെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ I വരത്തുള്ളൂ, ഇൻവേഴ്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ. അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന മെട്രിക്സ് തിരിച്ച് ഇവിടെ ഈ നിൽക്കുന്ന മെട്രിക്സ് ഈ എയുടെ ആരായിരിക്കണം? ഇൻവേഴ്സ് ആകണം. അപ്പൊ നമുക്ക് പറയാം ഈ എയുടെ ഇൻവേഴ്സ് ആണ് ഈ നിൽക്കുന്ന മെട്രിക്സ്. അതായത് a ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു I ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. അപ്പൊ ഇതിനെ നമ്മൾ ബി എന്നെടുത്താൽ ഇത് ബി ആണെങ്കിൽ a ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു I എന്നുള്ള ഫോമായി. അപ്പോൾ ഇവിടെ എയുടെ ഇൻവേഴ്സ് ആണ് ഈ നിൽക്കുന്നത്. അതായത് ബി എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ ബി എന്ന് പറയുന്നത് അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ആണ്. ആ ബി എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് ആണ്. അതിന് നമുക്ക് എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ആണ്. അതുകൊണ്ട് എ ഇൻവേഴ്സ് ഈക്വൽ ടു HA ബൈ ഡിറ്റർമിനന്റ് എന്ന് എഴുതാം. പക്ഷേ കണ്ടീഷൻ എന്താ? ഡിറ്റർമിനന്റ് എന്താകരുത്? 0 ആകരുത്. ഡിറ്റർമിനന്റ് 0 ആയാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഡിനോമിനേറ്റർ 0 വരും, എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് പറയാമല്ലോ ഇവിടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. ആണ്ടേ A square matrix A is invertible if and only if A is a non-singular. ഇത് നോൺ സിംഗുലർ എന്ന് എടുത്താൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലാതെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമുക്ക് ഡിവൈഡ് ചെയ്യാനും പറ്റത്തില്ല, ഇവിടെ ബൈ എന്ന് വരികയും ചെയ്യും. അതുകൊണ്ട് നമുക്കിവിടെ ഈ ഫോമുലയെ ഇതൊരു ഫോമുലയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഫോമുല ഫോർ ഫൈൻഡിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനുള്ള ഫോമുലയായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. A ഇൻവേഴ്സ് അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ്. നമ്മൾ ഡിറ്റർമിനന്റ് കാണാൻ പഠിച്ചിട്ടുണ്ട്. അഡ്ജോയിന്റ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു. അത് അഡ്ജോയിന്റ് കാണണമെങ്കിൽ കോഫാക്ടേഴ്സ് വേണം. കോഫാക്ട് മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിന്റ്. അപ്പോൾ നമുക്ക് എന്തുമാകും? ഇൻവേഴ്സും ആകും. പക്ഷെ ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നോട്ട് ഈക്വൽ കാണാനുള്ള ഫോമുല എന്താ? 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു HA അല്ലെങ്കിൽ അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എ. രണ്ട് സെയിം ആണ്. ഇതാണ് ഇൻവേഴ്സ് കാണാനുള്ള ഫോമുല. എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഇതാണ് എൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. ഈ പഠിച്ച കാര്യങ്ങളും അതുകൂടാതെ കുറച്ച് റിസൾട്ട് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് 10-16 റിസൾട്ട് ഉണ്ട് നമ്മൾ ഈ നേരത്തെ പഠിക്കുക കൂടാതെ ഇത്രയും കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉപകരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ചെണ്ണം പ്രൂവ് ചെയ്തു, അത് കൂടാതെ ഉള്ളത് കൂടെ നോക്കണേ. ഫസ്റ്റ് വൺ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു റോയിൽ എലമെന്റ്സും അതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സിനോട് പ്രോഡക്റ്റിന്റെ സമ്മനീക്കലായിരിക്കും. ഇതിപ്പോൾ ഫസ്റ്റ് റോ വെച്ച് എഴുതിയേക്കാണ്. ഇതുപോലെ എല്ലാ റോ വെച്ച് എല്ലാ കോളം വെച്ച് എഴുതാം. അതേപോലെ തന്നെ ഒരു റോയിൽ എലമെന്റ്സിനെ കറസ്പോണ്ടിങ് റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ 0 ആയിരിക്കും. നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. അത് ഒരു റോയുടെ കേസാണ് എഴുതിയേക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ കേസും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ തേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ A ഇൻറ്റു അഡ്ജയും ഡിറ്റർമിനന്റ് A ഇൻറ്റു ഐയും അഡ്ജോയിന്റ് A ഇൻറ്റു ഐയും സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുക, എക്സാമിനൊക്കെ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് HA എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് റൈസ് ടു n-1 ആണ്. നമുക്ക് ഡിറ്റർമിനന്റ് യുടെ വാല്യൂ തരും. എന്നിട്ട് അതിന്റെ ഓർഡർ, n മീൻസ് ഓർഡർ ആണ്, n എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് HA എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ ഉപയോഗിക്കാം. പിന്നെ അഡ്ജോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് HB ഇൻറ്റു HA ആണ്. ഇപ്പം HBയും HAയും തന്നിട്ട് ഫൈൻഡ് HAB എന്ന് ചോദിച്ചാൽ അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ ഡിറ്റർമിനന്റ് അഡ്ജ് ഓഫ് HA എന്ന് വന്നാൽ ഡിറ്റർമിനന്റ് റൈസ് ടു n-1 ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. n എന്ന് പറയുന്ന ഓർഡർ ആണ്, A ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, n അതിൻ്റെ ഓർഡർ ആണ്. ഡിറ്റർമിനന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ അറിയാമെങ്കിൽ ഡിറ്റർമിനന്റ് അഡ്ജ് ഓഫ് HA കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ ഡിറ്റർമിനന്റ് ഇല്ല, വെറും അഡ്ജ് ഓഫ് HA ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-2 ഇൻറ്റു A എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഇതൊരു മെട്രിക്സ് ആയിരിക്കും കിട്ടുക.
അതുപോലെ അഡ്ജയുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും അഡ്ജ് ഓഫ് എ ട്രാൻസ്പോസ് സെയിം ആയിരിക്കും. ഇത് അഡ്ജ് എ ഹോൾ ട്രാൻസ്പോസിന് ഈക്വൽ ആണ് അഡ്ജ് ഓഫ് എ ട്രാൻസ്പോസ്. നെക്സ്റ്റ് റിസൾട്ട് നമ്മൾ പഠിച്ചു, എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ, നോൺ സിംഗുലർ മീൻസ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേഴ്സ് കാണുന്ന ഫോമുലയാണ് ഈ 10th വൺ. അതുപോലെ നെക്സ്റ്റ് 11th വൺ എന്ന് പറയുന്നത് എ ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. നമ്മൾ റിവേഴ്സൽ ലോ ഓഫ് ഇൻവേഴ്സസ് എന്ന് പറയും. അതുപോലെ എ റൈസ് ടു എൻ ഹോൾ ഇൻവേഴ്സിന് എ ഇൻവേഴ്സ് ഹോൾ റൈസ് ടു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എ ഇൻവേഴ്സിന് ഇൻവേഴ്സ് എഴുതാൻ വീണ്ടും എ തന്നെയായിരിക്കും. എ ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസും എ ട്രാൻസ്പോസിന് ഇൻവേഴ്സും കണ്ടാൽ സെയിം ആയിരിക്കും. പിന്നെ ഐഡ് ഇൻവേഴ്സ് എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ഇൻവേഴ്സ് കണ്ടാലും അത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എഴുതിയാൽ എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ്, നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും 16 പ്രോപ്പർട്ടീസ് ഒന്ന് ബുക്കിൽ എഴുതി ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിർത്തുന്നു. ഇനി ഇതിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. അതോടുകൂടി ചാപ്റ്റർ തീരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ.